കേസ് കെട്ടൊക്കെ നേരത്തെ കൊണ്ട് തരണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നേരത്തെ തന്നെ ഇറങ്ങിയതാണ് സാറേ. അപ്പോഴാണ് സെക്കൻഡ് വൈഫിന്റെ ബാപ്പാക്ക് കോളറാന്നും പറഞ്ഞ് അവൾ അളാപ്പ് വന്നത്. അറിഞ്ഞ സ്ഥിതിക്ക് അവിടം വരെ ഒന്ന് പോകാതിരിക്കാതെ പറ്റുമോ? അങ്ങനെ ഇരിക്കെ ഇറങ്ങിയേക്കാന്ന് എത്തിയപ്പോഴാണ് ഫസ്റ്റ് വൈഫിന്റെ ബാപ്പാക്ക് ബസൂരി എന്നും പറഞ്ഞ് അവൾ അളാപ്പ് വന്നത്. ഇതെല്ലാം കൂടി കേട്ടപ്പോ പടച്ചോനാണ് നമുക്ക് ഒരു ലൂസ് മോഷൻ. അതാണ് വരാൻ വൈകി. മോഷൻ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. നാളെ ഏതൊക്കെയാ കേസ്? CP 38/87, CP 52 അതൊക്കെ പറഞ്ഞു. CP 22/88, സെഷൻസ് 3/90, സെഷൻ 2 മതി. നാളെ രാവിലെ 8 മണിക്ക് ഓഫീസ് തുടങ്ങണം. മജിസ്ട്രേറ്റ് കോർട്ടിലെ കേസിന് ബാലേന്ദ്ര അപ്പിയർ ചെയ്യട്ടെ. താൻ പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാറിന്റെ ഗുമസ്തനായിരിക്കാം. പക്ഷെ അങ്ങേര് മാത്രം താമസിക്കുന്ന വീടല്ലിത്. കേസ് കേട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അത് വക്കീൽ ആഫീസിലോ കോടതി തിണ്ണയിലോ വെച്ച് ആയിക്കോണം. ഒരു നിസ്സാരനായ വക്കീൽ ഗുമസ്തനായ താൻ ഒരു ബെഞ്ച് ക്ലാർക്കായ എന്റെ വീട്ടിൽ ഇങ്ങനെ എപ്പോഴും പിച്ചക്കാരനെ പോലെ കയറി ഇറങ്ങുന്നുണ്ടാൽ ആളുകൾ തെറ്റിദ്ധരിക്കോളൂ. അന്ന് നമ്മളാണല്ലേ, പെണ്ണൊന്നും അല്ലല്ലോ. പോമരട്ടെ, അതൊക്കെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിട്ട് തീരുമാനിക്കാം. താനിവിടെ വരുന്ന എനിക്ക് ബുദ്ധിമുട്ടാ. ആരുടെയും സ്വാധീനത്തിൽ വീഴാത്ത സത്യസന്ധനായ ഒരു ബെഞ്ച് ക്ലാർക്കാണ് ഞാൻ. അതെനിക്കറിയാടോ. അറിയാം. സാറും നന്ദകുമാർ സാറും 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവരാണെന്നും നന്ദകുമാർ സാറിന്റെ വിദ്യാഭ്യാസ രേഖ ഇടയ്ക്ക് വെച്ച് മുറിയാതിരുന്നതുകൊണ്ട് അദ്ദേഹം പഠിച്ച് വലിയൊരു വക്കീലായെന്നും ക്ലാസ്മേറ്റായ ഉണ്ണിത്താൻ സാറിന് വിധി ഒരു ബെഞ്ച് ക്ലർക്കാക്കിയെന്നും വാദി പ്രതി സാക്ഷി വ്യത്യാസമില്ലാതെ കോടതി വരാതെ പറയണേ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഞങ്ങളൊന്നും ഇപ്പോഴും ഒരു എടാപോടാ ബന്ധമാണുള്ളത്. പണ്ടുണ്ടതും പാളയെ തൂറിയതുമായ ചരിത്രം പറഞ്ഞ് പ്രഗത്ഭനായ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ കൂടെ നിസാരനായ ഒരു ബെഞ്ച് ക്ലർക്ക് ഇങ്ങനെ പതയടിച്ചു കഴിയുന്നത് പ്രോട്ടോകോളിൽ ചേർന്നല്ലെന്നേ ഞമ്മക്ക് പറയാനുള്ളൂ. ബെഞ്ച് ക്ലർക്ക് ബെഞ്ചിൽ ഇരുന്നാൽ മതി, മേശപ്പുറത്ത് കയറണ്ട. വെറുതെ അല്ലടോ തന്റെ രണ്ടമ്മായിയപ്പന്മാർക്കും കാളറയും വസൂരിയും തനിക്ക് ലൂസ് മോഷനും വരുന്നു. തന്റെ മനസ്സിലിപ്പ് ശരിയല്ലല്ലോ. അത് പിന്നെ ഇവനെ ഗുമസ്തരാക്കിയ വക്കീലിലും വരും ലൂസ് മോഷൻ. എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അച്ഛനവർക്ക് വാക്ക് കൊടുത്തു. എന്നിട്ടും ഭാനുവേട്ടൻ ഇങ്ങനെ ഇൻഡിഫറന്റ് ആയിട്ട് നിൽക്കുന്ന എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നത്? ആ വക്കീലിന്റെ പ്രപ്പോസൽ എങ്ങനെയെങ്കിലും ഒന്ന് മുടക്കണം. ഭാനുവേട്ടനെ കൊണ്ട് പറ്റുമോ? ഭാനുവേട്ടനെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കെന്ത് കല്യാണം മുടക്കല പണി? എടുത്തു ചാടി ഒരു ഡിസിഷൻ എടുക്കാതെ നല്ലതുപോലെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ആലോചിക്കാനൊന്നുമില്ല. അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന പോലെ എന്നെ അയാളുടെ തലയെ കെട്ടിവെക്കണമെന്നാണോ ഭാനുവേട്ടന്റെ ആഗ്രഹം? ഈ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ കൂട്ടുകാരോടൊപ്പം മരത്തണലിൽ ഇരുന്ന് സ്വപ്നം കാണുന്ന പോലെ സിമ്പിൾ അല്ല. ഭാവനയിൽ കെട്ടിപ്പടുക്കുന്ന ജീവിതത്തിൽ നമുക്ക് ആരെ വേണമെങ്കിലും സ്നേഹിക്കാം, വിവാഹം കഴിക്കാം. ആരും നിയന്ത്രിക്കാൻ വരില്ല. പക്ഷെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ ചില നിയന്ത്രണങ്ങൾക്ക് കീഴടങ്ങിയേ പറ്റൂ. മാത്രമല്ല അത്രയ്ക്ക് നെഗ്ലക്ട് ചെയ്യേണ്ട ഒരു പ്രപ്പോസലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അഡ്വക്കേറ്റ് നന്ദകുമാറിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ. അയാളെ കുറിച്ചുള്ള ഭാനുവേട്ടന്റെ ഒപ്പീനിയൻ അറിയാനല്ല ഞാൻ വിളിപ്പിച്ചത്. എന്തറിയാനാ വിളിപ്പിച്ചത്? അതല്ല ഞാൻ. മതി മതി, എല്ലാവരുടെ സ്നേഹം എനിക്കിപ്പോ മനസ്സിലായി. ഞാൻ പറയുന്നത് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ഭാനുവേട്ടനും കൂടി കൈയൊഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യാനാ നിന്റെ പരിപാടി? സങ്കല്പത്തിലുള്ള ഭർത്താവിനെ കുറിച്ച് നീ ഒത്തിരി വീമ്പളക്കി പോയതുകൊണ്ട് നീ ഇതിന് സമ്മതിക്കാതിരിക്കണ്ട. നിന്റെ സൗന്ദര്യ സങ്കല്പം കുറച്ച് കടന്നുപോയി. അതാ ഇങ്ങനെ പറ്റിയത്. ഇനി ഇപ്പൊ കഴുത്ത് നീട്ടി കൊടുക്കുന്നതാ മോളെ ബുദ്ധി. അതിന് വേറെ ആളെ നോക്കണം. ഞാനൊരു വഴി പറയാം. എന്റെ വീട്ടിനടുത്തുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോ ചെയ്തൊരു വിദ്യയുണ്ട്. അങ്ങനെ ചെയ്താലോ? അതെന്താ? കല്യാണ നിശ്ചയം കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം രാവിലെ അവൾ സധൈര്യം ഭാവി വരന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. നടന്നതും നടക്കാത്തതുമായ പല കഥകൾ തട്ടിവിടുന്നു. ഭാവി വരൻ ഫ്ലാറ്റ്. പിന്നീട് അവള് സന്യസിക്കാൻ പോയെന്ന് നാട്ടുകാർ പറയുന്നത് കേട്ടത്. ഐഡിയ.
അഡ്വക്കേറ്റ് നന്ദകുമാർ അറിയുന്നതിന് മിസ്റ്റർ നന്ദകുമാർ അഡ്വക്കേറ്റ് എടോ നന്ദ, വാണം പോലെ പോകാതെ നിക്ക്. നീ എപ്പോ ഫ്രീ ആവും? കോടതി പരിസരത്ത് വെച്ച് അമിത സ്വാതന്ത്ര്യം കാണിക്കരുത് എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. നീ ഒരു വെറും ബെഞ്ച് ക്ലാർക്ക്. ഐ ആം ദി പബ്ലിക് പ്രോസിക്യൂട്ടർ. സോറി, ഞാൻ മറന്നുപോയി. ഞാൻ ഇനി ആവർത്തിക്കത്തില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടില്ല. നീ എപ്പോ ഫ്രീ ആവും? സോറി സാർ, എപ്പോ ഫ്രീ ആവും? 2 ദിവസം കഴിയും. ഒരു അർജന്റ് മാറ്റർ പറയാനാ വന്നത്. പറയൂ. സാരമല്ല, ഞാൻ 4 ദിവസം കഴിഞ്ഞ് ഫ്രീ ആവും. അപ്പൊ ഞാൻ പറയാം. എടാ, തമാശ വിളമ്പാതെ കാര്യം എന്ന് വെച്ചാ പറ. നിന്റെ ഗുമസ്തൻ, സോറി സാറിന്റെ ഗുമസ്തൻ ഗുലുമാലി ജമാലിന്റെ മേളിൽ ഒരു കണ്ണുണ്ടായിരിക്കും നല്ലതാണ്. സാറിന്റെ കേസ് അവൻ മറച്ചു വിൽക്കുന്നുണ്ട്. എന്റെ പ്രൊഫഷണൽ ഡീറ്റെയിൽസ് ഒന്നും തൽക്കാലം ഇടപെടണ്ട. അത് ഞാൻ തന്നെ നോക്കിക്കോളാം. ഓക്കെ? സോറി, ആമ്പിള്ളേര് Idiot. ഗുലുമാല എന്നെ വിളിക്കുന്നു. താനല്ലോ തോന്നുന്നു. ഹലോ ചങ്ങാതി, എന്താ കണ്ണണ്ടൂടെ? എന്താ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? പിന്നെ ഈ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കണം. നീ അതും അതിലപ്പുറം ചെയ്യും. കയറ്. പിന്നെ ഈ തലവേദന ഒഴിഞ്ഞു പോയെന്ന് കരുതി ആശ്വസിച്ചിരിക്കായിരുന്നല്ലേ? അതിന് നീ ഒരു തലവേദനയാണെന്ന് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ലല്ലോ. വക്കീലിനെ ഒഴിവാക്കാൻ ഭാനുവേട്ടനായിരുന്നല്ലോ പ്രയാസം. ആരുടെ സഹായം കൂടാതെ ആ പദ്ധതി ഞാൻ തന്നെ നിറവേറ്റി. എങ്ങനെ? എന്റെ സ്വഭാവ വിശേഷങ്ങൾ വിശദമാക്കിക്കൊണ്ട് ഒരു കത്തങ്ങ് കാച്ചി. അത് മിക്കവാറും ഇന്ന് എന്നെ വക്കീലിന്റെ കൈ കിട്ടും. അതോടെ ആതിര നന്ദകുമാർ കല്യാണ നിശ്ചയം സൂചിച്ചില്ലേ? നന്നായിട്ട് സുഖിച്ചു. ഈ മാസം സമരം വേണ്ടാന്ന് വെച്ചോ? ഓ, നന്ദകുമാർ അഡ്വക്കേറ്റ് പ്രേമലേ. അപ്പൊ അവർക്ക് സമ്മതക്കുറവില്ല. എന്നാ പിന്നെ അങ്ങ് ഉറപ്പിക്കല്ലേ ബ്രോക്കറെ? പക്ഷേ ഒരു കുഴപ്പമുണ്ട്. പെണ്ണിന്റെ ഗ്രഹനിലയും സാറിന്റെ ഗ്രഹനിലയും കൂടി ഞാൻ ഒരു ജോലിസനെ കാണിച്ചു. ഒരുത്തമില്ലേ? പൊരുത്തമില്ലെന്ന് മാത്രമല്ല, ഒരു കാരണവശാലും ഈ ജാതകങ്ങളൊന്നും ചേർക്കരുതെന്നാ ജോലിസൻ പറഞ്ഞത്. പെൺവീട്ടുകാരിക്കാർ പറഞ്ഞോ? അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ദൈവമേ, 2 വർഷമായിട്ട് രാപകലില്ലാതെ അലഞ്ഞതിന്റെ ഫലമായിട്ട് ഒത്തുവന്ന ഒരു ബന്ധമായത്. അത് പിന്നെ എന്നോട് പറയണം. വണ്ടിക്കൂലിയായിട്ട് തന്നെ നല്ലൊരു തുക സാറെനിക്ക് തന്നിട്ടില്ലേ? നന്ദന്റെ കല്യാണം നടത്തുന്നതിന് മുമ്പ് ഞാൻ എന്റെ കല്യാണം നടത്തുമെന്ന് വീമ്പിളക്കുകയും ചെയ്തു. ഇനിയിപ്പോ എന്താ? അതിരിക്കട്ടെ, സാറിന് ജാതകത്തിൽ വിശ്വാസമുണ്ടോ? കഴിഞ്ഞ ജന്മത്തിലുണ്ടായിരുന്നു, ഈ ജന്മത്തിൽ വിശ്വാസമില്ല. പിന്നെ പേടിക്കാനും തിരിക്കുന്നു. നമുക്ക് അങ്ങ് നടത്താം. അതങ്ങനെ നടത്തുകേ? പെൺവീട്ടുകാർ സമ്മതിക്കണ്ടേ? നമ്മൾ ഒരു ചെറിയ കളി കളിച്ചാൽ മതി, അവർ സമ്മതിക്കും. എന്ത് കളി? പന്ത് കളിയോ? പെണ്ണിന്റെ ജാതകവുമായി പൊരുത്തപ്പെടുന്ന വിധത്തിൽ സാറിന്റെ ജാതകം ഒന്ന് മാറ്റി എഴുതുന്നു. എന്നാ പിന്നെ സമയം കളയണ്ട, വേഗം അത് ചെയ്യും. ആ ജാതകം ഇങ്ങനത്തെ. ജാതകോ? അതിന് എവിടത്തും തപ്പും. ഗ്രഹനില കുറിച്ചെടുത്തിട്ട് ഞാനത് ഇവിടെ എവിടെയോ വെച്ചു. അല്ല, നിശ്ചയമില്ലെങ്കിൽ വേണ്ട, ഒരു ഉദ്ദേശം വെച്ച് എഴുതാം. നാളെന്താ പറഞ്ഞേ? മറന്നുപോയി. എന്നാ ആവിട്ടം വെച്ച് തട്ടാം. ആവിട്ടം തവിട്ടിലും നേടുമെന്നാണല്ലോ. എന്നാ വേഗം തട്ട്, സമയം കളയണ്ട.